Hello, good morning. Uh, Today we are going to discuss another topic, that is pollination. Uh, I already explained what is the reproductive part of flower, especially male reproductive part stamens and female reproductive part carpel. And we also studied the details of semen, that is their anatomy, pollen grain formation, male gametogenesis, etc. Like that, we also studied the production of female gamete or egg within the embryo sac. So here we are going to study the details of pollination. First of all, let us try to understand what is pollination. Actually, pollination is the transfer of pollen grain from the anther of flower into the stigma. So it is the process of transfer of pollen grain from anther to stigma. We know that pollen grain contain male gametes, and like that, carpel, that is ovary, style, and stigma, that include ovary, style, and stigma. So that carpel contain female reproductive part, female reproductive cell, that is egg or ovum. So in order to reach the male gamete within the pollen grain into the embryo sac of ovule, it must be transferred from anther into the stigma. So that process is called pollination. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പോളിനേഷൻ എന്ന് പറഞ്ഞാല് ആന്തറിന്റെ അകത്തുള്ള പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയുടെ മേലെ വന്ന് ലാൻഡ് ചെയ്യണം, വന്ന് വീഴണം, ട്രാൻസ്ഫർ ചെയ്യണം. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിനേഷൻ. ഇനി സ്വാഭാവികമായിട്ടും അത് എന്തിനാന്ന് വെച്ചാൽ മനസ്സിലാക്കുക. പോളൻ ഗ്രെയിൻ അകത്താണ് മെയിൽ ഗാമീറ്റ് ഉള്ളത്. അത് കാർപ്പലിന്റെ അകത്തുള്ള ഓവറിന്റെയും അകത്തുള്ള ഒവ്യൂളിന്റെ അകത്ത് കാണപ്പെടുന്ന എഗ്ഗുമായി ഫ്യൂസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതാണ് പോളിനേഷൻ. ഇനി നമുക്ക് മനസ്സിലാക്കിയാല് പോളിനേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ ക്ലാസിഫൈ ദ പോളിനേഷൻ ഇൻ ടു 3 കാറ്റഗറി. 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ അമംഗ് ദീസ്, ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ ഓർ ഓട്ടോഗമി, and second one is called geitonogamy, and third one is called cynogamy. So let us try to understand what is autogamy, geitonogamy, and cynogamy. So in case of autogamy, what happens is pollen grain transfer from the anther of one flower to the stigma of same flower. That is transfer of pollen grain from the anther into the stigma of a same flower. ഒരേ ഫ്ലവറിന്റെ ആന്തർ നിന്ന് പോളൻ ഗ്രെയിൻ പോയിട്ട് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വീഴുന്നതിനാണ് എന്താ പറയാ? ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തതിന്റെ പേര് ജീട്ടണോഗമി എന്ന്. ജീട്ടണോഗമി എന്ന് പറഞ്ഞാല് ഒരു ഫ്ലവറിന്റെ ആന്തർ നിന്ന് പോളൻ ഗ്രെയിൻ പോയിട്ട് വേറെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്, വന്ന് വീഴുന്നത്. പക്ഷേ ആ രണ്ട് ഫ്ലവറും ഒരു മരത്തിലുള്ളതാണ്. സോ ഹിയർ pollen grain transfer from the anther of one flower to the stigma of another flower present in a same plant. ഒരേ പ്ലാന്റിലാണ്. അതാണ് ഇവിടെ വ്യത്യാസം. തേർഡ് ടൈപ്പ് എടുത്താൽ സീനോഗമി എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്തറിന്റെ ഒരു ഫ്ലവറിന്റെ ആന്തറിന്റെ അകത്ത് നിന്ന് പോളൻ ഗ്രെയിൻ പോയിട്ട് വേറെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലാണ് വന്ന് വീഴുന്നത്. പക്ഷേ രണ്ട് ഫ്ലവറും വേറെ വേറെ മരത്തിലുണ്ടാവുക. So here pollen grain transfer from the anther of one flower to the stigma of another flower present in a different plant. അതാണ് ഇവിടെ 3 പോളിനേഷൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. മൂഡിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് പോളിനേഷൻ 3 ടൈപ്പ്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന പോളിനേറ്റിംഗ് ഏജന്റ്സ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് പോളിനേറ്റിംഗ് ഏജന്റ്സ്? ഈ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്നാണ് മലയാളത്തിൽ പറയാം. ഈ പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ഏതൊക്കെയാണ്? അതായത് ആന്തറിനെ സ്റ്റിഗ്മയിൽ എത്തിക്കുന്ന ഏജന്റ്. സോ നമുക്ക് പോളിനേറ്റിംഗ് ഏജന്റ്സിനെ മെയിൻ ആയിട്ട് 2 കാറ്റഗറി ആക്കി മാറ്റാം. ചില പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഏജന്റുകളായിരിക്കും. അതിന് നമ്മൾ ബയോട്ടിക് ഏജന്റ് എന്നാണ് പറയാം. Like that, some pollinating agents are non-living, hence they are called abiotic agents.
അപ്പം ആ പോളിനേറ്റിംഗ് ഏജൻസ് എടുത്താൽ abiotic agents, non-living agents or abiotic agent include wind and water. വിൻഡും വാട്ടറും. അപ്പൊ വിൻഡിലൂടെ പോളിനേഷൻ നടക്കും. So if the pollination process occur with the help of wind, then such type of pollination is known as anemophily. Anemophily എന്നാണ് പറയുക. ഗ്രാസസിലൊക്കെ ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടക്കുന്നത് വിൻഡ്, മെയ്സ്, വീറ്റ്, പാഡി, അതിലൊക്കെ പോളിനേഷൻ നടക്കുന്ന വിൻഡ് പോളിനേഷൻ ആണ്. ഓക്കെ, ഇനി ആ വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് എടുത്താൽ അതിന് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. വിൻഡ് പോളിനേറ്റിംഗ് ഏജൻസിന്റെ ഫീച്ചേഴ്സ് ആണ് അവരുടെ പോളൻ ഗ്രെയിൻ. വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് എടുത്താൽ അവരുടെ പോളൻ ഗ്രെയിന്റെ പ്രത്യേകത, പോളൻ ഗ്രെയിൻ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. അപ്പോഴേ കാറ്റിലൂടെ വേഗം പറന്നു പോകാൻ പറ്റും. രണ്ടാമത്, അങ്ങനത്തെ പ്ലാന്റ്സ്, വിൻഡ് പോളിനേറ്റിംഗ് ഏജൻസുകൾ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് എടുത്താൽ, വീറ്റ്, ഗ്രാസസ് ഒക്കെ എടുത്താൽ, ദേ പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ. ധാരാളമായിട്ട് അവർക്ക് പോളിനേഷൻ, അവരുടെ റീപ്രൊഡക്ഷൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എന്താ മനസ്സിലാക്കാം, വിൻഡ് ആണ് അവിടെ ഏജന്റ്. അപ്പൊ കാറ്റിലൂടെ പോളൻ ഗ്രെയിൻ പറന്നു പോകുമ്പോൾ ധാരാളം പോളൻ ഗ്രെയിൻ വേസ്റ്റ് ആകും പോകും. ധാരാളം പോളൻ ഗ്രെയിൻ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സ്റ്റിഗ്മയിൽ എത്തൂല. അപ്പം ധാരാളം കുറെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും എവിടെ എത്തുള്ളൂ, സ്റ്റിഗ്മയുടെ മേലെ എത്തുള്ളൂ. സോ സച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസസ് മോർ നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻ ആർ ലൈറ്റ് വെയിറ്റ് ഇൻ കളർ. തേർഡ് പോയിന്റ്, ദേ ആർ സ്റ്റിക്കി, ദേ ആർ നോൺ സ്റ്റിക്കി. അങ്ങനത്തെ പോളൻ ഗ്രെയിൻ നോൺ സ്റ്റിക്കി ആയിരിക്കും, ഒട്ടിപ്പിടിക്കാത്തതായിരിക്കും. എന്തുകൊണ്ടാ വെച്ചാൽ മനസ്സിലാക്കാം, പോളൻ ഗ്രെയിൻ സ്റ്റിക്കി ആണെങ്കിൽ അത് കാറ്റിലൂടെ പറന്നു പോകുമ്പോൾ ഏതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണെങ്കിലും, വീടിന്റെ ചുമരോ അല്ലെങ്കിൽ മരത്തിന്റെ കമ്പുകളോ ഇലകളോ അതിലൊക്കെ ഒന്ന് തട്ടി അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പൊ എവിടെ എത്തൂല, കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തൂല. അപ്പൊ പോളൻ ഗ്രെയിൻ എന്തായിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം. അങ്ങനത്തെ, അപ്പൊ വേറൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് പോലും കാറ്റിലൂടെ പോകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇനി അത് അങ്ങനെയുള്ള പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ മേലെ വന്ന് വീണു, നോൺ സ്റ്റിക്കി ആയ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ മേലെ വന്ന് വീണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ട്, പിന്നെയും കാറ്റടിച്ച ആ പോളൻ ഗ്രെയിൻ പറന്നു പോകൂലേ? ഇല്ല. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, അങ്ങനത്തെ പ്ലാന്റ് എടുത്താൽ അവരുടെ സ്റ്റിഗ്മ സ്റ്റിക്കി ആയിരിക്കും. അപ്പൊ സ്റ്റിഗ്മയുടെ മേലെ സ്റ്റിക്കി അല്ലാത്ത പോളൻ ഗ്രെയിൻ വന്നുകൊണ്ട് അവിടെ പറ്റിയിട്ട് നിൽക്കും, ഒട്ടിപ്പിടിച്ച് നിൽക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റിഗ്മ നിറയെ ഹെയർസുകൾ നിറഞ്ഞതായിരിക്കും. അങ്ങനത്തെ സ്റ്റിഗ്മൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ഫെദറി സ്റ്റിഗ്മ എന്നാണ്. പോളൻ ഗ്രെയിൻ ലൈറ്റ് വെയിറ്റ്, ലാർജ് നമ്പർ ഉണ്ടായിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ പ്ലാന്റിന്റെ സ്റ്റിഗ്മ എടുത്താൽ എന്തായിരിക്കും, സ്റ്റിക്കി അല്ലെങ്കിൽ ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. അതുപോലെ അങ്ങനത്തെ ഫ്ലവേഴ്സ് എടുത്താൽ സ്റ്റിഗ്മ എന്തായിരിക്കും, എക്സ്പോസ്ഡ് ആയിരിക്കും. അതായത് ഒരു ഫ്ലവർ എടുത്താൽ ആ ഫ്ലവറിന്റെ എല്ലാ പാർട്സിനേക്കാളും ഒന്ന് പൊങ്ങി നിൽക്കുക സ്റ്റിഗ്മ. എന്തിനു വേണ്ടിയിട്ടാണ്, എയറിലൂടെ വരുന്ന എല്ലാ പോളൻ ഗ്രെയിനും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന്റെ പ്രത്യേകത, സ്റ്റിഗ്മ ഇസ് ഹൈലി എക്സ്പോസ്ഡ്, പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും, എക്സ്പോസ് ചെയ്ത് നിൽക്കും. ആൻഡ് ദേ ആർ സ്റ്റിക്കി ഓർ ഫെദറി ഇൻ നേച്ചർ. ഇത്രയൊക്കെയാണ് വിൻഡ് പോളിനേറ്റിംഗ് ഏജൻസിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് പോകാം, വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പോളിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റ്, ഇഫ് ദ പോളിനേഷൻ happens with the agency of water, then such type of pollination is called hydrophily. അങ്ങനത്തെ പോളിനേഷൻ നമ്മൾ എന്ത് വിളിക്കുക, ഹൈഡ്രോഫിലി എന്ന് പറയാം. ധാരാളം അക്വാറ്റിക് പ്ലാന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രില്ല എന്ന് പറഞ്ഞ പ്ലാന്റ്, വാലിസ്നേറിയ എന്ന് പറയുന്ന പ്ലാന്റ്, സൂസ്റ്റീറ അഥവാ മറൈൻ ഗ്രാസ് എന്ന് പറയുന്ന പ്ലാന്റ്, അതുപോലെ പെപ്പർ, കുരുമുളക്, ഇതിലെല്ലാം പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, വിൻഡ് എന്നുള്ള ഏജന്റ് വഴിയാണ്, വാട്ടർ എന്നുള്ള ഏജന്റ് വഴിയാണ്. സോ അങ്ങനത്തെ പോളിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈഡ്രോഫിലി എന്നാണ് വിളിക്കുക. ഇവിടെ ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാം, എബയോട്ടിക് ഏജന്റ് വിൻഡും ഉണ്ട് വാട്ടറും ഉണ്ട്. വിൻഡിനെ എനിമോഫിലി എന്നാണ്, അവിടെ സ്പെല്ലിംഗ് തെറ്റുണ്ട്, ANE എന്നാണ് വരിക, ANO എന്നല്ല, എനിമോഫിലി. വാട്ടർ ഹൈഡ്രോഫിലി എന്ന് പറയാം. ഇനി ബയോട്ടിക് ഏജൻസ്, ജീവനുള്ള ഏജൻസ് എടുത്തു കഴിഞ്ഞാല് നോക്കിയേ, ജീവനുള്ള ഏജൻസ് എടുത്താല് ഒന്നാമത്തെ ഏജന്റ് ആണ് സ്നെയിൽ, ഒച്ചുകൾ പോളിനേറ്റ് ചെയ്യും അല്ലെ. അതിന് വിളിക്കുന്ന പേരാണ് മാലക്കോഫിലി എന്ന് വിളിക്കുക, മാലക്കോഫിലി, ഒച്ച്. ഓക്കെ, ഇൻസെക്റ്റുകൾ പോളിനേറ്റ് ചെയ്യും, ഹണി ബീസ് ഒക്കെ അല്ലെ. അതിനാണ് നമ്മൾ എന്താ വിളിക്കുക, എൻഡമോഫിലി എന്ന് പറയും. അതുപോലെ ബേർഡ്സ് ഉണ്ട്, ഹമ്മിങ് ബേർഡ് പോലത്തെ ബേർഡുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനത്തെ ബേർഡുകൾ പോളിനേറ്റ് ചെയ്യും, അതിന് വിളിക്കുന്ന പേര് ഓർണിത്തോഫിലി എന്നാണ്. അതുപോലെ ബാറ്റ്, വവ്വാലുകൾ പോളിനേറ്റ് ചെയ്യും, അതിന് കൈറോപ്റ്റിറോഫിലി എന്നാണ് വിളിക്കുക, കൈറോപ്റ്റിറോഫിലി. ഫോർ എക്സാമ്പിൾ കൈജീലിയ എന്ന് പറഞ്ഞ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോളിനേറ്റ് ചെയ്യുന്ന വവ്വാല. ഓക്കെ, പിന്നെ ധാരാളം മറ്റുള്ള വെർട്ടിബ്രേറ്റ്സ് ആയ എനിമൽസ് ഒക്കെ പോളിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് സൂഫിലി എന്നാണ് വിളിക്കുക, സൂഫിലി. അതുപോലെ ആന, എലിഫന്റ് പോളിനേറ്റ് ചെയ്യും. ഓക്കെ, അതിന് എലിഫന്റോഫിലി എന്നാ പറയാം.
ഓക്കെ അല്ലേ? എലിഫന്റ് പോളിനേറ്റ് ചെയ്യുന്ന പരാഗണം നടത്തുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതാണ് ലാർജസ്റ്റ് ഫ്ലവർ ഉണ്ട്. ലാർജസ്റ്റ് ഫ്ലവർ അറിയോ? ലാർജസ്റ്റ് ഫ്ലവർ ഉണ്ട്. ഒരു പാരസൈറ്റ് ആയ ഫ്ലവർ ആ ലാർജസ്റ്റ് ഫ്ലവർ. റഫ്ലേഷ്യ എന്ന് പറയും. ആ ഫ്ലവർ ഒക്കെ പോളിനേറ്റ് ചെയ്യുന്നത് ആനയാണ്. ആന നടന്നു പോകുമ്പോൾ അതിന്റെ ലെഗിലൊക്കെ തട്ടിയിട്ടാണ് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ അങ്ങനെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ റെപ്റ്റൈൽസ് ആയ സ്നേക്കുകൾ പോളിനേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഒഫിയോഫിലി. ഒഫിയോഫിലി എന്ന് പറയാം. അങ്ങനെ ബയോട്ടിക് ഏജൻസുകളും പോളിനേഷൻ ഏർപ്പെടുന്നുണ്ട്. ആൻഡ് പോളിനേറ്റ് ചെയ്യും. ആൻഡ് ഉറുമ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് മിർമിക്കോഫിലി എന്നാ വിളിക്കുക. മിർമിക്കോഫിലി. ഇതെല്ലാം ബയോട്ടിക് ഏജൻസുകളാണ്. സോ പോളിനേറ്റിംഗ് ഏജൻസ്, ബയോട്ടിക് ഏജൻസും ഉണ്ട്, എബയോട്ടിക് ഏജൻസും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പോളിനേറ്റിംഗ് ഏജൻസിന്റെ ഇമേജസ് ആണ്. നോക്കിയേക്കാം. ആദ്യത്തെ 4 നോക്കിയാൽ കൈജീലിയ എന്ന് പറഞ്ഞ പ്ലാന്റിൽ പോളിനേറ്റ് ചെയ്യാണ്. അത് ബാറ്റ് ആണ്. കൈജീലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു മരമാണ്. റെഡ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന മരമാണ്. ഓക്കെ, ഇത് നൈറ്റിൽ എടുത്ത ഇമേജ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഓക്കെ, മാലക്കോഫിലിയാണ് ഇതിന് താഴെ കാണുന്ന. ഹമ്മിങ് ബേർഡ് പോളിനേറ്റ് ചെയ്യുന്ന ഓർണിത്തോഫിലിയാണ്. ഉറുമ്പ് പോളിനേറ്റ് ചെയ്യുന്ന മിർമിക്കോഫിലിയാണ്. ഇൻസെക്ട് ആയ ഹണിബീസ് ഒക്കെ പോളിനേറ്റ് ചെയ്യുന്നതാണ്. അത് എൻഡമോഫിലിയാണ്. ഇത് ഓർണിത്തോഫിലിയാണ്. ഇത് മാലക്കോഫിലിയ, കൈറോപ്റ്റുറോഫിലി, മിർമിക്കോഫിലി എല്ലാം. ഓക്കെ, ഇതാണ് പോളിനേഷൻ. ഇനി നമുക്ക് പറയാനുള്ള ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഫെർട്ടിലൈസേഷൻ. ഇനി അങ്ങനെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മനം എന്ന് ലാൻഡ് ചെയ്തു. പോളിനേഷനിൽ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മനമേൽ വന്ന് ലാൻഡ് ചെയ്തു. സോ ഇഫ് ദ പോളൻ ഗ്രെയിൻ ലാൻഡ് ഓൺ ദ സ്റ്റിഗ്മ, then that pollen grain absorb sugar rich substances produced by stigma. പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മന് മേലെ വന്നു വീണ സ്റ്റിഗ്മ എന്ത് ചെയ്യും? ഒരു ഷുഗർ റിച്ച് കോമ്പൗണ്ട് സെക്രീറ്റ് ചെയ്യും. ആ ഷുഗർ റിച്ച് കോമ്പൗണ്ട് പോളൻ ഗ്രെയിൻ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ആയിട്ട് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ജെർമിനേറ്റ് ചെയ്താൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ ജെർമിനേഷൻ എന്നാണ്. ജെർമിനേറ്റ് ചെയ്താൽ പോളൻ ഗ്രെയിൻ എങ്ങനെ മനസ്സിലാവുക? പോളൻ ഗ്രെയിന്റെ ഔട്ടർ ലെയർ ആയ എക്സൈന്റെ ഇടയ്ക്ക് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ജേം പോർ. ആ ജേം പോർ എന്നുള്ള ഓപ്പണിംഗിന്റെ ഉള്ളിൽ കൂടെ പോളൻ ഗ്രെയിൻ ട്യൂബിലേക്ക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് പോളൻ ട്യൂബ് എന്നാണ് പറയാം. അങ്ങനെ പോളൻ ട്യൂബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്തു എന്ന് പറയാം. കാരണം ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഡയഗ്രത്തിൽ പോളൻ ഗ്രെയിൻ മുളച്ച 2 ട്യൂബ് ഉണ്ടാക്കി കാണാം. ഓക്കെ, ആ ട്യൂബിന്റെ ടിപ്പിലാണ് പോളൻ ഗ്രെയിൻ അകത്തുള്ള 2 മെയിൽ ഗാമീറ്റ് ഉണ്ടാവും. ആ മെയിൽ ഗാമീറ്റ് ചൈൽഡിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? പോളൻ ഗ്രെയിന്റെ കാർപ്പലിന്റെ അകത്തുള്ള ഓവിയൂണിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പൊ ഓവിയൂണിന്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? പിന്നെ എംബ്രിയോസാക്ക് ഉണ്ടാവുക അല്ലെ? എംബ്രിയോസാക്ക്, ഒരു എഗ്, 2 സിനർജിഡ് സെല്ല്, 3 ആന്റിപോഡൽ സെല്ലുള്ള എംബ്രിയോസാക്ക് ഉണ്ടാവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പോളൻ ട്യൂബിനെ അട്രാക്ട് ചെയ്യുന്ന ആരോ വെച്ചാൽ മനസ്സിലാക്കുക. എഗ് സെല്ലിന്റെ സൈഡിൽ 2 സെല്ലുണ്ട്, സിനർജിഡ് സെല്ല്. അതിന്റെ ബേസിലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പോളൻ ട്യൂബിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ പോളൻ ട്യൂബ് നേരെ എംബ്രിയോസാക്കിന്റെ അകത്തോട്ട് കയറുന്നത് സിനർജിഡ് സെല്ല് വഴി കയറും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പോളൻ ട്യൂബിന്റെ ടിപ്പ് ഡിസോൾവ് ആയി പോകും. ഡിസോൾവ് ആയി കഴിഞ്ഞാൽ 2 മെയിൽ ഗാമീറ്റും എംബ്രിയോസാക്കിന്റെ അകത്തേക്ക് റിലീസ് ചെയ്യും. റിലീസ് ചെയ്താൽ അതിൽ ഒരു മെയിൽ ഗാമീറ്റുകൾ ഹാപ്ലോയിഡ് ആണ്. ഒരു മെയിൽ ഗാമീറ്റ് എഗ് സെല്ലുമായി ഫ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി എന്ന് പറയാം. അങ്ങനെ ഫ്യൂസ് ചെയ്താൽ മെയിൽ ഗാമീറ്റും എഗും ഫ്യൂസ് ചെയ്താൽ ഒരു 2 എന്നുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയ സൈഗോട്ട് ഉണ്ടാവും. അതിനാണ് ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയമായി ഫ്യൂസ് ചെയ്യും. സെക്കൻഡറി സെല്ല് അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയ അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയമായി ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയന്റെ പ്രത്യേകത അവിടെ 2 സെല്ലുകൾ ഉണ്ട് അല്ലെ? അത് ഡിപ്ലോയിഡ് ആണ്. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള സെല്ലാണ്. അത് ഫ്യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് മെയിൽ ഗാമീറ്റ് ഹാപ്ലോയിഡ്, പിന്നെ സെക്കൻഡറി സെല്ലിന്റെ അകത്ത് 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്, ഓരോന്ന് N. അപ്പൊ മൊത്തം 3 ന്യൂക്ലിയസുകളാണ് ഫ്യൂസ് ചെയ്യുന്നത്. 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന ഒരു ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. ആ 3 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്താൽ 3 കൂടി ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായി മാറുമ്പോൾ ആ സെല്ല് ഏതായിരിക്കും? 3N. അതിന്റെ പേരാണ് പ്രൈമറി എൻഡോസ്പെർം സെൽ. അതിന്റെ അകത്തുള്ള ന്യൂക്ലിയസിന്റെ പേരാണ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. സോ സെക്കൻഡ് ഫെർട്ടിലൈസേഷന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. അത് സെക്കൻഡ് മെയിൽ ഗാമീറ്റും സെക്കൻഡറി സെല്ലിന്റെ അകത്തുള്ള പോളാർ ന്യൂക്ലിയയും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുക. അതിന്റെ പേര് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. സോ ഇപ്പൊ എംബ്രിയോസാക്കിന്റെ അകത്ത് 2 ഫെർട്ടിലൈസേഷൻ ആയി. ഒന്നിന്റെ പേര് സിംഗമി, രണ്ടാമത്തിന്റെ പേര് ട്രിപ്പിൾ ഫ്യൂഷൻ. സോ എംബ്രിയോസാക്കിന്റെ അകത്ത് 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫെർട്ടിലൈസേഷൻ എന്ത് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പെർം ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 3 ഡയഗ്രാം നോക്കി നമുക്ക് മനസ്സിലാവും.